നമസ്കാരം. ലാൽസ് കിച്ചൺ ആൻഡ് വ്ലോഗ്സിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. കഴിഞ്ഞ ദിവസം നമ്മളൊരു വീഡിയോ ചെയ്തിരുന്നു ലിംറിക്കിലെ വേക്കൻസിയും അതുപോലെ തന്നെ അയർലൻഡിലെ ഫ്രീസിങ്ങിനെയും കുറിച്ച്. ധാരാളം ആളുകൾ അത് കാണാനിടയുണ്ടായി. അയർലൻഡിലെ ഫ്രീസിങ് തീർന്നോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ തീർന്നിട്ടില്ല. തീർന്നില്ലേ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവിടെയും ഇവിടെയുമൊക്കെ ഒരു ഇൻ്റർവ്യൂവിൻ്റെ മണം കണ്ടു തുടങ്ങി എന്ന് വേണമെങ്കിൽ തന്നെ പറയാം. ഒരു നല്ല ലക്ഷണം കണ്ടു തുടങ്ങുന്നു എന്ന് തന്നെ വേണമെങ്കിൽ ഈ അവസരത്തിൽ നമുക്ക് പറയാവുന്നതാണ്. ഇന്നത്തെ നമ്മുടെ മറ്റൊരു വേക്കൻസിയുമായി ബന്ധപ്പെട്ട വിവരങ്ങളാണ് നമ്മൾ ഈ വീഡിയോയിൽ ഷെയർ ചെയ്യുന്നത്. അത് കോർക്ക് യൂണിവേഴ്സിറ്റി ഹോസ്പിറ്റലിലേക്ക് വേണ്ടിയിട്ടുള്ളതാണ്. വീഡിയോയിലേക്ക് പോകും മുമ്പ് നമ്മുടെ ഈ ചെറിയ ചാനൽ ഒന്ന് സപ്പോർട്ട് ചെയ്തേക്കുക. തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ കൂടി എനേബിൾ ചെയ്ത് വെച്ചേക്കുക. അപ്പോൾ ഞങ്ങൾ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ വീഡിയോസും ഉടൻ തന്നെ നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും. സ്റ്റാഫ് നഴ്സസ് കോർക്ക് യൂണിവേഴ്സിറ്റി ഹോസ്പിറ്റൽ HSC ഫുൾ ടൈം. ഇത് കോർക്ക് സിറ്റിയിലുള്ള കോർക്ക് യൂണിവേഴ്സിറ്റി ഹോസ്പിറ്റലിലേക്ക് വേണ്ടിയിട്ടുള്ളതാണ്. KCR ഇൻ്റർനാഷണൽ ആണ് ഈ റിക്രൂട്ട്മെൻറ്റ് നടത്തുന്നത്. KCRനെ കുറിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ ലോകത്തെമ്പാടും നിന്നുമുള്ള നേഴ്സസിനെ അയർലൻഡിലേക്ക് കൊണ്ടുവരാൻ, പ്രത്യേകിച്ചും ഇന്ത്യയിൽ നിന്നും അതുപോലെ തന്നെ നമ്മുടെ കൊച്ചു കേരളത്തിൽ നിന്നും ധാരാളം നേഴ്സുമാർ വന്നിരിക്കുന്നത് KCR ത്രൂ ആണ്. അവർ മൂലമാണ് ഈ ഇൻ്റർവ്യൂയും നടക്കുന്നത്. നേരത്തെ നമ്മൾ സൂചിപ്പിച്ചിരുന്നു 2 വർഷമായിരുന്നു എക്സ്പീരിയൻസ് ചോദിച്ചിരുന്നെങ്കിൽ ഇപ്പോൾ അത് മാറി 3 വർഷത്തെ എക്സ്പീരിയൻസ് ആണ് ഇപ്പോൾ ചോദിക്കുന്നത്. അതും 200 ബെഡുള്ള ഹോസ്പിറ്റലായിരിക്കുകയും വേണം. അതിന് പ്രത്യേക ചില JCI ഓർ ഈക്വലൻ്റ് അക്രഡിറ്റേഷനുള്ള ഹോസ്പിറ്റൽ വേണം എന്നുള്ള നിബന്ധനയും അവർ വെച്ചിട്ടുണ്ട്. അതൊക്കെ ഞാൻ സ്ക്രീനിൽ എഴുതി കാണിക്കുന്നുണ്ട്. അതൊക്കെ കൃത്യമായി വായിച്ച് മനസ്സിലാക്കണം. വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കണ്ടെങ്കിൽ മാത്രമേ ഇക്കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കുകയുള്ളൂ. Apply today by sending your CV, IELTS, OET and NMBI status. ഈ സ്ക്രീനിൽ തന്നിരിക്കുന്ന ഇമെയിൽ ഐഡിയിലേക്ക് ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ നിങ്ങൾ സെൻഡ് ചെയ്ത് കൊടുക്കേണ്ടുന്നതാണ്. ഇനി ഇതിൻ്റെ സാലറിയും മറ്റ് ബെനിഫിറ്റുകളും എന്തൊക്കെയാണെന്ന് നോക്കാം. സാലറി ഫ്രം 33,943 to 51,628 euro per annum based on your experience and additional pay for shift differential. ഇത് നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും. 37.5 hours ആണ് ഒരാഴ്ചത്തെ ഡ്യൂട്ടി ടൈം. 24 days ആനുവൽ ലീവ് പ്ലസ് 10 പബ്ലിക് ഹോളിഡേയ്സ് നിങ്ങൾക്കൊരു വർഷത്തിൽ കിട്ടുന്നതായിരിക്കും. അതുപോലെ തന്നെ പ്രൊഫഷണൽ ഡെവലപ്മെൻറ്റ് ആൻഡ് എഡ്യൂക്കേഷനുള്ള അവസരം അവർ ഒരുക്കി തരുന്നതാണ്. റീലൊക്കേഷൻ അലവൻസ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. 4,710 euro വരെ അവർ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ NMBI, വിസ, OET, IELTS ഈ ഫീസൊക്കെ റിയംബേഴ്സ്മെൻറ്റ് ചെയ്ത് തരുന്നതായിരിക്കും. അടുത്തത് ഇതിൻ്റെ എസെൻഷ്യൽ റിക്വയർമെൻറ്റ്സ് എന്തൊക്കെയാണെന്ന് നോക്കാം. എക്സ്പീരിയൻസ് ഇൻ മെഡിക്കൽ സർജിക്കൽ വാർഡ്, എമർജൻസി ഡിപ്പാർട്ട്മെൻറ്റ്, സർജിക്കൽ ICU ആൻഡ് ഓൺകോളജി. ഡിഗ്രി ക്വാളിഫൈഡ് രജിസ്റ്റേർഡ് ജനറൽ നഴ്സസ് വിത്ത് എ മിനിമം ഓഫ് 3 years കറണ്ട് അക്യൂട്ട് ഹോസ്പിറ്റൽ എക്സ്പീരിയൻസ്. NMBI ഡിസിഷൻ ലെറ്റർ റിസീവ്ഡ് ഓർ NMBI ഇൻ പ്രോസസ്. ഹാവ് സക്സസ്ഫുള്ളി പാസ്ഡ് ദി അക്കാഡമിക് IELTS ഓർ OET എക്സാം. മസ്റ്റ് ബി വാലിഡ് ആൻറ്റിൽ February 2025. ഇത് ഓൺലൈൻ ഇൻ്റർവ്യൂ ആണ്. മെയ് 2024 ഡേറ്റും കാര്യങ്ങളുമൊക്കെ അവർ നിങ്ങളെ പേഴ്സണലായിട്ട് അറിയിക്കുന്നതായിരിക്കും. അപ്പോൾ ഈ ചാൻസ് നിങ്ങൾ മിസ് ചെയ്യരുത്. നല്ലൊരു ഓപ്പർച്യൂണിറ്റിയാണ്. പ്രത്യേകിച്ചും ഇപ്പോഴുള്ള ഈ സാഹചര്യം എന്ന് പറയുന്നത് അപ്പോയിൻമെൻറ്റുകളൊന്നും നടക്കാതിരിക്കുന്ന ഒരവസ്ഥയാണ്. അപ്പോൾ നല്ല കവർ ലെറ്റർ, അതുപോലെ തന്നെ നല്ല CV ഇതൊക്കെ തയ്യാറാക്കി സ്ക്രീനിൽ കാണിച്ചിരിക്കുന്ന അല്ലെങ്കിൽ ഞങ്ങളുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ തന്നിട്ടുള്ള വെബ്സൈറ്റ് വഴിയോ ഇമെയിൽ ID വഴിയോ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ്. അതുപോലെ തന്നെ വീഡിയോ കാണുന്ന നിങ്ങൾക്ക് ഈ വീഡിയോ ആവശ്യമില്ലെങ്കിൽ അയർലൻഡിലേക്ക് വരാൻ കാത്തിരിക്കുന്ന ഒരുപാട് നേഴ്സുമാർ, പ്രത്യേകിച്ചും IELTSഉം OETയും ഒക്കെ കിട്ടി NMBI രജിസ്ട്രേഷനൊക്കെ ചെയ്ത് അതിൻ്റെ കാലാവധി പോലും തീരാറായിരിക്കുന്ന ഒരുപാട് ആളുകളുണ്ട്. അവർക്ക് വേണ്ടിയിട്ട് ഇത് ഷെയർ ചെയ്ത് കൊടുക്കുക. ആർക്കെങ്കിലുമൊക്കെ എന്തെങ്കിലുമൊക്കെ ഒരു ഉപകാരം ഉണ്ടായിക്കൊള്ളട്ടെ. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണും വരെ നന്ദി, നമസ്കാരം.